പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അമ്മ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാട്ടോ. അമ്മ അമ്മ ഓ എന്താ രണ്ടും കൂടെ വന്ന് രാവിലെ പേടിപ്പിക്കുന്നേ? അമ്മ മരുന്ന് കഴിച്ചാ? മരുന്ന് ഞാൻ കഴിച്ചോളാം. കാപ്പി കുടിക്കുന്നതിന് കഴിച്ചാൽ മതി. കഴിച്ചോളാം. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ കാപ്പി കുടിച്ചാ? കാപ്പി കുടിച്ചില്ല. ഞാൻ ഈ വാർത്ത ഒന്ന് കണ്ടോണ്ടിരിക്കുക. ഇത് തീരുമ്പോ ഞാൻ പോയി കുടിച്ചോളാം. എല്ലാം ചെയ്തോളാം. ഉണ്ടായിരുന്ന ഇവിടെയൊക്കെ മുത്തോണ്ടാ അമ്മയെ കാപ്പി കൊടുത്തില്ലേ? അയ്യോ 1 മണിക്കൂറായി ആ മേശപ്പുറത്ത് ആഹാരമെല്ലാം എടുത്തു വെച്ചിട്ട് വന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്. വരണ്ടേ? ഞാൻ എന്ത് ചെയ്യട്ട്? പിന്നീടാവട്ടെ അതാണ് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യണം? പറയണം. എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എപ്പ തുടങ്ങി ഏർപ്പാടെന്ന് അറിയാമോ? അമ്മ ഇതെന്തൊരു കഷ്ടം. നിങ്ങൾ കിടന്ന് എന്ത് ഭാജ പഠിച്ചാലും ശരി, ഇതെല്ലാം ഒന്ന് തീർന്നിട്ടേ ഞാൻ കഴിക്കാൻ പോവും. അത് പിന്നാണെങ്കിലും നോക്കാല്ല. എനിക്കിതേ കയ്യോട് അറിയണം. ഏതായാലും പകുതിയായി, ബാക്കി കൂടെ അങ്ങ് തീരട്ടെ. അമ്മ ഫോണിൽ തന്നെ. അമ്മ എന്താടാ ഫോണിൽ തന്നെ എന്നിട്ട് പരിപാടി കഴിയാൻ നോക്കി. ഓടാവിടുന്ന്. അയ്യാ അതെ കുഞ്ഞെ, പണ്ടൊക്കെ കൊച്ചു കുട്ടിയോടടുത്ത് പറഞ്ഞാലാണ് മനസ്സിലാവാത്തത്. ഇപ്പം വന്ന് പ്രായമായവരടുത്ത് പറഞ്ഞാലും മനസ്സിലാവും. അതങ്ങനെ മുത്തുവണ്ണ. പുതിയ ടെക്നോളജി വരുമ്പോ ഉണ്ടല്ലോ, പഴയ ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും ഉൾക്കൊള്ളാൻ വേണ്ടിട്ട്. പിന്നീട് ഇതുപോലെ അങ്ങ് ഇരിക്കും. അത് കുഞ്ഞു പറഞ്ഞ സത്യം. ഇത് ആദ്യം ഇറങ്ങിയ സമയത്ത് എനിക്ക് കണ്ണൂരിയാ. ഇപ്പൊ ഇതില്ലാതെ പറ്റേയില്ല. അതാണ് ഒന്ന് ചെലപ്പോ നിർത്തിയത്. 3 കൂടത്തോ വർത്താനം പറയതേ. എനിക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. വർത്താനം പറയാൻ അങ്ങോട്ടൊക്കെ ശരി. ഒന്ന് പോ. ഓൾഡ് ജനറേഷനെ പറ്റി പറഞ്ഞത് ഇഷ്ടായി. എന്തോ നിന്റെ ജനറേഷനെ പറ്റി പറഞ്ഞാൽ നിനക്ക് പിടിക്കുവോ? ഒരു കാര്യം ഞാൻ പറയാം. എന്റെ കാര്യം ആരും നോക്കണ്ട. എന്നെ ആരും ഭരിക്കാനും വരണ്ട. ഞാൻ നോക്കിക്കൊള്ളാം എല്ലാം. കേട്ടല്ലോ? പോയി ജോലി നോക്കി. നമുക്ക് പോവാണ്ണ. അമ്മ എന്തെങ്കിലും കാണിക്കിട്ട്. കൊച്ചമ്മ വല്ലപ്പോഴും ഇരിക്കലേ പിള്ളേര് പറയുന്ന കൂടെ അനുസരിക്കണം കേട്ടാ. നമ്മൾ പിടിക്കുന്ന കൊമ്പിന് 3 മുയലെന്നുള്ള വിചാരം പാടില്ല. പിടിക്കുന്ന കൊമ്പിൽ 3 മുയലോ? അതിന്റെ മുയലും കൊമ്പും ഒക്കെ ആയിട്ടേ. ഇല്ലെങ്കിൽ ഞാൻ ഈ ഫോൺ എടുത്ത് വെച്ച് ഒറ്റ ഏറങ്ങി ഞാൻ കൊല്ലു. ഞാൻ പറഞ്ഞത് മാറി. ഇവരൊക്കെയാണ്, അല്ലാതെ വായിന്ന് വരൂല്ല. നീ കാര്യം എന്തോന്ന് പറ. ചുമ്മാ കിടന്നിങ്ങനെ പതപ്പിക്കാതെ. ഞാൻ പറയട്ടെ. അതെ, ഞാൻ പറയുന്ന കാര്യം അനുസരിക്കാൻ കൂടെ വേണം. കേൾക്കാം. അനുസരിക്കണത് വേണമെന്ന് ഞാൻ ആലോചിക്കാം. അങ്ങനെ പറയില്ല. നീ പറ. അതെ, നമുക്കൊരു ഹണിമൂൺ പോയാലോ? നിനക്കെന്തടി പ്രാന്താ? കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിന് ശേഷമാണ് ഹണിമൂൺ പോണത്. ആഗ്രഹം കൊണ്ടല്ലേ ഏട്ടാ. അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ പോയത് ഹണിമൂണിനല്ലേ, അല്ലാതെ കാവടി കൊള്ളാനൊന്നും അല്ലല്ലോ. അയ്യ, ആ ഹണിമൂൺ പോയ കഥയൊന്നും പറയണ്ട. എന്നെ ഇറ്റലി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയോ? ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ. എടി, ഇറ്റലി കൊണ്ടുപോകാത്തത് എന്റെ കുറ്റമല്ല, നിന്റെ പാസ്പോർട്ടിന്റെ ഇഷ്യൂ കാരണം. അതിന് പകരമായിട്ട് കുണു മണാലി കൊണ്ടുപോയി. അയ്യ, കുണു മണാലി എന്തിരിക്കണം അവിടെ കാണാൻ? വാതിൽ തുറന്നാ മൊത്തം മഞ്ഞ്. ആ മഞ്ഞെല്ലാം കൂടെ കണ്ടു എന്റെ കണ്ണും മഞ്ഞളിച്ചു. എങ്കിൽ പിന്നെ താർ മരുഭൂമിയിൽ കൊണ്ടുപോയായിരുന്നു. അതാവുമ്പോ കുറച്ച് മണ്ണ് കൊടുത്ത് നിന്റെ കണ്ണിട്ടിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടായിരുന്നു. എനിക്കറിയാം എന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് പോകാനാണ് പ്രശോഭേട്ടന്റെ പരിപാടി എന്ന്. അതെ, എന്തായാലും ഹണിമൂൺ പോയേ പറ്റുള്ളൂ, അതും വേൾഡ് ട്രിപ്പ്. എന്നാ നീ പോ വേൾഡ് ട്രിപ്പിന്. അയ്യ, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. പ്രശോഭേട്ടനെ കൊണ്ട് ഞാൻ പോകും. എടി, നിനക്ക് ഇനിയും മതിയായില്ലേടി? എന്തോന്ന് യാത്ര ചെയ്ത് മനുഷ്യൻ ഇവിടെ നിന്ന് ഇരിക്കാൻ സമയമില്ല. നിങ്ങൾ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ടോ? എന്നെ കൊണ്ടുപോകുന്നുണ്ടോ? രശ്മി, നിന്നെ കൊണ്ടുപോയിട്ടില്ലെന്ന് മാത്രം നീ പറയരുത്. കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ നിന്നെ ഔട്ടിങ്ങിന് കൊണ്ടുപോയത്? അത് മാത്രമല്ല, സൂവും കാണിച്ചു തന്നല്ല. ആ സൂവിന്റെ കഥയൊന്നും പറയണ്ട. അവിടെ പോയി അവിടുത്തെ കാട്ടുപോത്തപ്പോ എന്നെ കണ്ടു കഴിഞ്ഞാൽ വാലാട്ടും. എന്തായിരുന്നാലും എനിക്ക് വരാൻ പറ്റൂല. നീ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഫ്രാൻസ്. അവിടെ നിന്റെ അപ്പൂപ്പ ഇരിക്കണം. രശ്മി, നീ ചുമ്മാ ഇരിക്കേ, എനിക്ക് ഭ്രാന്ത് പിടിക്കണം. നീ വിട്ടേ. ഇറ്റലിയിലും ഫ്രാൻസിലും പോവാൻ നടക്കും. വേൾഡ് കപ്പ് അടക്കല്ലേ. കിട്ടില്ല. അമ്മ, ഞാൻ ഇറങ്ങാണേ. അമ്മ, 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 രശ്മി, രശ്മി. എന്തോ അമ്മ, അമ്മ, നീ വെള്ളം എടുത്തോണ്ട് വന്നേ. അമ്മ കണ്ണു തുറക്കുന്നില്ല. അമ്മ, അമ്മ, അയ്യോ, നീ പോയി വെള്ളം പോയതായിരിക്കും. കഴിക്കാൻ തന്നെ എടുത്തോണ്ട് വാ. മുത്തുണ്ണ. അമ്മ, അമ്മ, പ്രശോഭേട്ട, വെള്ളം. അമ്മ,
ഇതങ്ങോട്ട് കൊടു, ഇതങ്ങോട്ട് കൊടു. അയ്യോ അമ്മ കൊച്ചമ്മ. ഷുഗർ ലോ ആയതിന്റെയാ. അല്ല, ആഹാരം കഴിക്കാത്തതിന്റെയാ. കഴിച്ചിട്ടില്ലേ രാവിലെ? ഇല്ല. എങ്ങനെയുണ്ടമ്മ? ലക്ഷ്മി, നീ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തേ. ഞാൻ എടുക്കാം. ആ ശ്ശെ, എന്തോ ചെയ്യുന്നു പറ. അമ്മ ഹോസ്പിറ്റലിൽ പോണോ? ഇത് ആഹാരം കഴിക്കാത്തതിന്റെയാണെന്ന്. കഴിക്കാം. മുത്തോണ, അണ്ണൻ ഇവിടെ എന്താ പണി? അതു കുഞ്ഞ് എങ്ങനെ ചോദിച്ചേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവര്. നിർത്ത്. മെയിൻ ആയിട്ട് ഇവിടെ അമ്മയുടെ കാര്യം നോക്കാനാണ് അണ്ണൻ നിർത്തിയിരിക്കണത്. ഞാനിപ്പോ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? അല്ല, ഞാൻ കൊച്ചമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞതാണ് ആഹാരം കഴിക്കാൻ. പക്ഷെ കേട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ട്? കേട്ടില്ലെന്നും പറഞ്ഞ് ഇവിടെ ആഹാരം മരുന്നും ഒക്കെ കൊടുക്കണത് അണ്ണന്റെ ജോലിയല്ലേ? ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കുഞ്ഞെ. ആ, അത് ഞാൻ കണ്ടു. കുഞ്ഞെ, കാര്യം അറിയാതെ വെറുതെ ദേഷ്യപ്പെടരുതേ. ഞാൻ കൊച്ചമ്മയുടെ ചെന്ന് ചോദിച്ചു നോക്കണം ഞാൻ എത്ര തവണ ചെന്ന് വിളിച്ചെന്ന്. പിന്നീടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ആവട്ടെന്ന് പറഞ്ഞിരുന്നാലും നിർബന്ധിച്ച് കൊടുക്കേണ്ട അണ്ണന്റെ ഡ്യൂട്ടിയാണ്. അതിനല്ലേ ഇവിടെ മാസം ശമ്പളം തന്നെ നിർത്തിയിരിക്കണം. ഞാൻ ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. എന്റെ സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടില്ല ഞാൻ കൊച്ചമ്മയെ നോക്കുന്നത്. കുഞ്ഞിനറിയാമോ, കൊച്ചമ്മയെന്ന് ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഞാനും ഒരു ഭാഗം കഴിച്ചിട്ടില്ല. അണ്ണാ, കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവത്തോടെ കാണണം. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. മതി മതി കുഞ്ഞ്, എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെയൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ നോക്കിക്കോളാം. ഇങ്ങത്താ മുത്തോണ്ട, ഞാൻ വിളമ്പാം. വേണ്ട, എൻ്റെ ജോലി ഞാൻ ചെയ്തോളാം. ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ശമ്പളം തരുന്നത്. മുത്തോണ്ണൻ നല്ല പിണക്കത്തിലാണല്ലോ. അയ്യോ, എനിക്ക് ആരോടും പിണക്കമില്ലേ. എന്താണ് പിന്നെ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ട് നിൽക്കുന്നേ? കൊച്ചമ്മ ഒന്നും പറയണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ അത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഓ, മനസ്സിലായി. പ്രശോവ് വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞു. നീ എന്തിനാ അതിങ്ങനെ കാര്യമാക്കുന്നത്? പ്രശോഭം അങ്ങനെ പറഞ്ഞപ്പം കൊച്ചമ്മ മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അത് മുത്തുവിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ സമയത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ കൊച്ചമ്മ? ഇല്ലല്ലോ. അല്ല, എനിക്ക് അറിയാമയ്യായിട്ട് ചോദിക്കുക. പ്രശോഭ് ഇങ്ങനെയൊക്കെ പറയും എന്ന് മുൻകൂട്ടി ചിന്തിക്കാൻ എനിക്ക് പറ്റുകൂടാ? എനിക്കറിയത്തില്ലല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. ഞാൻ പ്രശോഭനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പ്രശോഭന എല്ലാം മനസ്സിലായതണ്ണ. പിന്നെ പ്രശോഭന അണ്ണെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തോണ്ണ, അപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പം ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയാലേ അല്ലാതെ മറന്നു കാണും. പറയുന്നാലങ്ങ് മറക്കാൻ പറ്റും. പക്ഷെ കേട്ട എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല. അതങ്ങ് വിട്ടുകള. നീ ഒരു കാര്യം ചെയ്ത് നീ അങ്ങോട്ടിരിക്കെ. നീ ഒരു വക രാവിലെ കഴിച്ചില്ലല്ലോ, വല്ലോ കഴിക്കോട്ടിരുന്ന് വാ. വേണ്ട കൊച്ചമ്മ, എനിക്കൊന്നും വിശപ്പില്ല. കൊച്ചമ്മയ്ക്ക് കൃത്യമായിട്ട് ആഹാരവും മരുന്നും തരണമെന്നാണ് പ്രസവ കുഞ്ഞ് പറഞ്ഞേക്കുന്നത്. അതാണ് എൻ്റെ ജോലി. അത് മാത്രമാണ് എൻ്റെ ജോലി. മുത്തോണ്ണ, അവന്റെ മുഖം കണ്ടാൽ അറിയാം അവന്റെ പിണക്കം പ്രശോഭിനോടൊന്നും അല്ല, എന്നോടാ. ഞാനാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഇരിക്കട്ടെ. അമ്മ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട എന്റെ പെണ്ണു കുഞ്ഞെ. അമ്മ കഴിക്കേ. വേണ്ട ഒന്നും വേണ്ട, വയറ് നിറഞ്ഞ്. ചേട്ടൻ എന്തായാലും അങ്ങനൊന്നും ആ സമയത്ത് പറയരുത്. അത് നമ്മുടെ മുത്തോണ്ണന്റെ അടുത്ത്. അമ്മേനെ പിടിവാശിക്കാണ് ഇതിനൊക്കെ കാരണം. പിന്നെ അമ്മ ഒന്നും അറിഞ്ഞു വെച്ച് ചെയ്യുന്നല്ലോ. വൈകിട്ട് ആഹാരം കഴിക്കാൻ വന്നിരുന്നപ്പം മുത്തോണ്ണനും അമ്മയും തമ്മിൽ മിണ്ടിയില്ല. പിന്നെ ഉച്ചയ്ക്കുണ്ട സംഭവം ചേട്ടൻ അറിഞ്ഞു കാണുമല്ലോ. വൈകിട്ട് ഞാൻ വന്ന് കയറിയപ്പോഴും മുത്തോണ്ണ എന്നോടും ഒന്നും മിണ്ടിയില്ല. പിന്നെ വിഷമം കാണാതിരിക്കുവോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ചേട്ടാ, നിങ്ങൾ ആദ്യം പോയി ഒരു സോറി പറ, അവിടെ പ്രശ്നം തീരും. ശരി, ഞാൻ സോറി പറയാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അമ്മയും മുത്തോണ്ണനും തമ്മിലുള്ള പിണക്കം മാറ്റണ്ടേ? അതൊക്കെ നമുക്ക് പയ്യെ മാറ്റാം. നിങ്ങൾ വാ, ചെന്നൊരു സോറി പറ. എങ്കിൽ ശരി, നീയും കൂടെ വാ. ശരി, കിടന്നോ, ഞാൻ വന്നേക്കാം. മുത്തോണ്ണ നല്ല ഉറക്കത്തിലാടാ. ഉറങ്ങട്ടെ, നമുക്കേ നാളെ സംസാരിക്കാം. വാ.
എന്താ? ആഹാ മോൾ ഉറങ്ങിയില്ലേടാ? ഇല്ല അച്ഛാ, എങ്ങനെ ഉറങ്ങാനാ? എന്തു പറ്റി? കുളുമനാലി മൊത്തം മഞ്ഞ പ്രശ്നപ്പെട്ട ഇഡ്ഡലി മതി. ദേ, ഇതാണ് അവസ്ഥ. ഇതെപ്പോ തുടങ്ങി? യോ, കൊറേ നേരമായി. നാളെ തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണം. യു മീൻ പുളമ്പാറ? എക്സാക്ട്ലി. ഓക്കേ, ഗുഡ് നൈറ്റ്. ചക്കര. അല്ല, വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നേ. എന്തുവാ? ഇപ്പം മാഡത്തിനെ ഓഫീസിലോട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് ആ. പരക്കെ ഒരു ആക്ഷേപമുണ്ട്. പക്ഷേ ഈ പറയുന്ന മഹാന്മാരോടൊക്കെ പറയണം, ഓഫീസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മാഡം വീട്ടിൽ ഇരുന്നോണ്ട് അറിയുന്നുണ്ടെന്ന് പറഞ്ഞേച്ചാട്ടെ. അത് ചുമ്മാ. ഇതെന്ത്? അല്ല, 4-5 ദിവസമായിട്ട് അവിടെ CCTV വർക്കിംഗ് അല്ലോ. അയ്യോ, സാർ അറിഞ്ഞില്ലയോ നന്നാക്കിയത്? ഞാൻ അന്ന് രാത്രി തന്നെ നന്നാക്കിയല്ലോ. ആ ആ. വെള്ളം ഇരിപ്പുണ്ട്, ഗുളിക ഇരിപ്പുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കണം. എന്താന്നടേ ഇത്? ഞങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് മൈൻഡ് ചെയ്യൂ. കുടിക്കാൻ ചായയാണോ അതോ കാപ്പിയാണോ വേണ്ടത്? മനസ്സിൽ കുറ്റബോധം ഉരുണ്ട് കയറുന്നുണ്ടല്ലേ? അതെന്ത്? അല്ല, എല്ലാം ചെയ്യുന്നതിലും ഒരു യാന്ത്രികത. കുറ്റബോധമൊന്നുമില്ല, പക്ഷെ യന്ത്രമാണ്. ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, അത്ര തന്നെ. അയ്യോ, യവന് എന്താ പറ്റി? മാടൻ അടിച്ചോ? മാഡം എന്തിനാ അവനെ അടിക്കുന്നത്? മാഡം അടിച്ചോ ചോദിക്കാൻ. അയ്യോ, മാടൻ അടിച്ചോന്നല്ല, മാടൻ അടിച്ചോന്ന്. മാടനോ? ആ, ചുടല മാടൻ. ഇന്നലെ ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു, അതിന്റെ പിണക്കവാ അവനീ കാണിക്കുന്നത്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അതിനാണോ ഇവൻ പാവയ്ക്ക് കീ കൊടുത്തല്ലോ നടന്നു പോകുന്നത്? ഒരു എക്സ്പ്രഷനും ഇല്ല മുഖത്ത്. ഒരു കാര്യം ചെയ്, ഇത് ഞാൻ പിന്നെ ഒപ്പിടാ, ഇപ്പൊ താൻ കൊണ്ടുപോകുന്ന. അയ്യോ മാഡം, ഇത് വളരെ അർജന്റ് ആയിട്ടുള്ള ഫയലുകളാ. മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ എനിക്ക് ഒപ്പിടാൻ വയ്യ, പിന്നെ ഒപ്പിടാവുന്ന. അശ്വടാ, കൊണ്ടുപോ. മുത്തുവിന്റെ വരവോടുകൂടിയാണല്ലോ മാഡത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയത്. എന്തുവാണോ ഞാൻ പറയുന്നത്? അല്ല, ഓഫീസിലോട്ട് പോണോന്ന് പറഞ്ഞാ മാഡം. ആ, എന്നാ പോ, അതാ നല്ലത്. ഈ നിസ്സാര കാര്യത്തിനാണോ അവർ തമ്മിൽ പിണങ്ങിയത്? എന്റെ ഉണ്ണിയേട്ടാ, പുറത്തുനിന്ന് നോക്കുമ്പോ ഇത് വെറും നിസ്സാര കാര്യമാണ്. പക്ഷെ ഇവിടെ വീടിന്റെ അകത്തുള്ളവരെ മനസ്സിലാ കാട്ടുതീ പോലെ കിടക്കണം. ഏത് കാട്ടുതീ വേണമെങ്കിലും അണയ്ക്കാനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. ആമസോൺ കാടുകളിലെ കാട്ടുതീ വരെ ഞാൻ അണച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടാ, നമുക്കിത് എങ്ങനെയും സോൾവ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എന്റെ കൂർമ്മ ബുദ്ധിയില് ഒരു മാർഗമുണ്ട്. അതൊക്കെ ചതലെടുത്തിട്ട് വർഷങ്ങളായി. കൊച്ചുനഹി. ഇനി എന്തൊക്കെ തീരുമാനം എടുത്താലും രണ്ടുപേരുടെ വാശി മാറാൻ പോകുന്നില്ല. രണ്ടുപേരെയും വിളിച്ചു വരുത്തി ഞാൻ കുറെ ഉപദേശങ്ങൾ കൊടുക്കാം. രണ്ടുപേരും ഇപ്പൊ ഉപദേശം കേൾക്കേണ്ട പ്രായമൊന്നുമല്ല. ഇപ്പൊ ഒരാളെ വിളിച്ചിരുത്തുമ്പോ അടുത്ത കഴിഞ്ഞിട്ട് പോകും. ഇപ്പൊ അതാണ് നടക്കുന്നത്. എന്നാൽ തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണമെന്നുണ്ട്, പക്ഷെ ഈഗോ കാരണം പറ്റുന്നില്ല. മിണ്ടാൻ പറ്റുന്നില്ല. ഇതിനൊരു വഴി കണ്ടേ പറ്റൂ. അത് കാണാം. അതിനൊരു മാർഗമുണ്ട്. അതായത് ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം കളഞ്ഞിട്ട് യോജിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവർക്കിടയിൽ ഒരു പൊതുപ്രശ്നം വേണം. പൊതുപ്രശ്നം? അതെന്താ? അതിന് ഉദാഹരണമായിട്ട് നമ്മള് 2018 ഒരു പ്രളയം ഉണ്ടായില്ലേ? അതുവരെ പരസ്പരം പോരടിച്ചുകൊണ്ടിരുന്ന എല്ലാ ജനവിഭാഗങ്ങളും ആ സമയത്ത് ഒന്നിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ വയനാട്ടിലെ ആ പ്രശ്നം വന്നപ്പോൾ ഇന്ത്യ മുഴുക്കെ ഇതിനു വേണ്ടി സഹായത്തിന് എത്തിയില്ലേ? അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു പൊതുപ്രശ്നം ഉണ്ടാക്കിയെടുക്കണം. അല്ല, ഉണ്ണിയേട്ടൻ പറഞ്ഞത് മനസ്സിലായി, പക്ഷെ അതെങ്ങനെ ഇവിടെ നടപ്പിലാക്കാം? സുഹാസിനി മാഡത്തിന് ഏറ്റവും പ്രിയപ്പെട്ട 2 പേരാണല്ലോ നിങ്ങൾ 2 പേരും. അതുപോലെ തന്നെ മുത്തുനും. നിങ്ങൾ തമ്മിലൊരു മുട്ടം വഴക്കുണ്ടാക്കണം അവരുടെ മുമ്പിൽ വെച്ച്. അയ്യോ, അത് അവർക്ക് സഹിക്കാൻ പറ്റൂല. അതാണ് നമ്മുടെ ഓപ്പറേഷൻ. നിങ്ങൾ തമ്മിലുള്ള ഈ വഴക്ക് കാണുമ്പോഴേ അവർ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഇത് സോൾവ് ആക്കാൻ ശ്രമിക്കും. അങ്ങനെ അവർ 2 പേരും ഒന്നാകും. അതാണ് നമ്മുടെ ഓപ്പറേഷൻ. അത് കൊള്ളാം. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു SD കമ്പനി ടൈപ്പ്? അതെന്തായി?
അത് ഡീലൊക്കെ ഓക്കെ ആയല്ലോ. ഡീലായെന്നോ? ഡീലായെന്നോ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തിനാ നിന്റെ അടുത്ത് പറയണത്? ആ ഡീല് കൊണ്ടുവന്നാണ് ഞാനല്ലേ. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞ മര്യാദ കാണിക്കണ്ടേ? കേട്ടില്ലേ ഉണ്ണേട്ടാ, അവിടെ ചെന്ന് വാ കഷ്ടപ്പെട്ടിരുന്ന് പറഞ്ഞത് ഞാനാണ്. അല്ല നിനക്കെന്തോ അവകാശം? അവിടെ പോകാനുള്ള കാരണം അത് ഞാനാണ്. ഇത് കൊള്ളാം, വഴി പോണ പോലെ എല്ലാവർക്കും പറയാന്നുള്ളതല്ലേ. പ്രതീക്ഷ അല്ല പിന്നെ കാര്യങ്ങൾ സംസാരിക്കണ്ടേ? അതിനുള്ള കമ്മീഷൻ എന്റെ സർവീസ് ചാർജ് എനിക്ക് കിട്ടിയിരിക്കണം. നീ അതിന് എന്തോന്ന് ചെയ്താണ് അവിടെ? ഒരു ചില്ലി പൈസ തരൂല. പ്രശോഭേ നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. കൂടിപ്പോ 1000 രൂപ തരാം. അത് താൻ കയ്യിൽ വെച്ചാൽ മതി. അമ്മയ്ക്ക് അറിയോ ഇവന്റെ ചെലവ് ഫുള്ള് ഞാനാണ് നോക്കണത്. ഇവന്റെ ഫുഡ്, പെട്രോളിന്റെ, ഇലക്ട്രിസിറ്റി ബില്ല് ഇവയെല്ലാം കൂടെ ചേർത്ത് ഇങ്ങോട്ട് വേണം തരേണ്ടത്. കുഞ്ഞെ അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല, അനിയനല്ലേ. മുത്തു അത് അറിയാൻ വയ്യാത്തോണ്ട് പറയുക. ഈ മൂത്ത ബേട്ടയാണ് ഇളയ ബേട്ടായിക്ക് വേണ്ട എല്ലാ പെട്രോളിന്റെ എല്ലാ ചെലവുകളും. പിന്നെ 20% കമ്മീഷനൂടെ വേണമെന്ന് വെച്ചാല് അയ്യേ. ഇത് സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നല്ലോ. അതവളെ കൈ നെട്ടതാ. അല്ലേലും ഇയാൾക്കുള്ളതാണോ ഈ കാര്യം കഴിഞ്ഞ് കഴിയുമ്പം അതിൽ നിന്ന് നൈസായിട്ട് വലിയ പരിപാടി? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ പണ്ട് എന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന സിനി വർഗീസിനെ സെറ്റാക്കി തരുമോന്നും പറഞ്ഞിട്ട് പുറകെ നടന്ന ആളാണ് ഇരിക്കുന്നത്. എനിക്കറിയാം സിനി വർഗീസിനെ, നമ്മുടെ രവീന്ദ്രന്റെ മോള്. ആരുടെ? അല്ല പാച്ചപ്പൻ, ചാപ്പച്ചൻ, പാപ്പച്ചന്റെ മോൾ എനിക്കറിയാം. അല്ല ഇത് സ്ക്രിപ്റ്റ് ഇല്ലാത്തതാണല്ലേ? അല്ലാതെ നിങ്ങൾ നേരത്തെ സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഇട്ടായിരുന്നല്ലോ, ഞാനും ഒന്ന് ഇട്ട് നോക്കട്ടെ. നല്ല സമയം. എന്താണ് രണ്ടും കൂടെ ഗുണാന്ന്? എന്നിട്ട് ആ പാപ്പച്ചന്റെ മോളെ പാർക്കില്, തിയേറ്ററില്, പിന്നെ എവിടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്ന് ഊഹിച്ച് നോക്ക്. എടാ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ അത് എന്റെ കഴിവ്. ഞാൻ അവളൂടെ മാത്രമല്ല വേറെ പലരുടെ കൂടെ പോയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ സ്വഭാവം. തനി കോണയിപ്പോക്ക് പുറത്തു വന്ന് കണ്ട. ഇതുപോലുള്ള ആളുടെ കൂടെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്റെ തരാനുള്ള സർവീസ് ചാർജും ഈ വീടിന്റെ ആ സ്വത്തും സാധനങ്ങളൊക്കെ സെറ്റ് ഞാനിപ്പോ പോയേക്കുവാ. ഓ നീ വാങ്ങിച്ചോണ്ടേ പോകുള്ളൂ. ഞാൻ വാങ്ങിച്ചോണ്ടേ വാങ്ങിച്ചു. എനിക്ക് ഇനി ഒരുത്തന്റെ ശബ്ദം ഇവിടെ കേട്ടു പോകരുത്. കുറെ നേരം കൊണ്ട് ഞാൻ സഹിക്കുന്നത്. എന്തോന്നായത്? അത് ശരി, കളിച്ചൊക്കെ തലേ കയറാൻ തുടങ്ങിയോ? കൊള്ളാവല്ലോ രണ്ടും. കൊച്ചമ്മ ഈ വെള്ളം കുടിക്കണം, ബാക്കി ഞാൻ സംസാരിക്കാം. അതെ, ഇനി ആരെങ്കിലും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ കൊച്ചമ്മയുടെ തനി സ്വഭാവം എല്ലാരും കൂടെ അറിയും. എന്റെ കൊച്ചമ്മ പറയുന്നതേ ഇവിടെ നടക്കുള്ളൂ. എന്റെ കൊച്ചമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഈ മുത്ത് നോക്കി നിൽക്കൂല. അതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചമ്മ ധൈര്യമായിട്ട് ആഹാരം കഴിക്കണം. ഇനി ആരാ ഇവിടെ സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയണമല്ലോ. മുത്തു, എന്തോ കൊച്ചമ്മ? നീ അവിടെ ഇരിക്കുക എന്റെ കൂടെ. ഓ ഇരിക്കാം കൊച്ചമ്മ. കഴിക്കും. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഓ എനിക്കെടുക്കാൻ അറിയാം. പറഞ്ഞാലും കേൾക്കൂല. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ? വാ വന്നിത് കഴിയും. എന്താ ആരാ സിനി വർഗീസ്? അത് മോളെ അതൊരു നാടകമാണ്, ഞാൻ പറഞ്ഞു തരാം. ഇത്രയും നാളും നിങ്ങൾ എന്റെ മുമ്പിൽ നാടകം കളിച്ച് എന്നെ ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിക്കോ. എന്നെ ചതിക്കായിരുന്നു നിങ്ങൾ. ലക്ഷ്മി ഞാൻ പറഞ്ഞിട്ട് അതൊന്നും അല്ല കാര്യം. അതെ ഈ രാജതന്ത്രം ഉപയോഗിച്ച് ഈ കേസ് സോൾവ് ചെയ്തില്ലേ, അതുപോലെ എന്റെ കേസും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് തരൂ.